പുതിയ മദ്യനയം രൂപീകരിക്കാൻ UDF സർക്കാർ ബാറുകളുടെ എണ്ണവും പ്രവർത്തന സമയവും കുറയ്ക്കുമോ എന്നതിലാണ് ആകാംക്ഷ. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാനും ആലോചനയുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ നടത്തും. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയവരായിരുന്നു UDF. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച മദ്യനയത്തിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും UDF പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. മദ്യവർജനമെന്ന പ്രചാരണവും ഉയർത്തി ഭരണത്തിലേറിയ ഇടതു സർക്കാർ ഭരണം അവസാനിപ്പിച്ചപ്പോൾ സംസ്ഥാനത്ത് മദ്യമൊഴുക്കിയെന്നാണ് UDFന്റെ ആരോപണവും വിമർശനവും. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വന്നാൽ മദ്യനയത്തിൽ തന്നെയാകും ആദ്യം കൈവയ്ക്കുകയെന്ന സൂചനകളുണ്ടായിരുന്നു. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തും. ബാറുകളുടെ എണ്ണം കുറയ്ക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച തീരുമാനം പാർട്ടിയിലും സർക്കാരിലും ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. ബാറുകളുടെ പ്രവർത്തന സമയം ചുരുക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. നിലവിൽ പകൽ 11 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രവർത്തന സമയം. പാലക്കാട്ടെ എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്ക് ഇടതു സർക്കാർ അനുമതി നൽകിയത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ തീരുമാനമായിരുന്നു. CPI പോലും ഈ തീരുമാനത്തിനെതിരെ പരസ്യമായാണ് രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചേക്കും. തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം.